ബക്രീദിനോടനുബന്ധിച്ചുള്ള കന്നുകാലി അറവിന് കടിഞ്ഞാണിട്ട് കൽക്കട്ട ഹൈക്കോടതി. പശുവിനെ ബലിയർപ്പിക്കുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം നിർബന്ധമുള്ള ഒരു ആചാരമല്ലെന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇതിലൂടെ പശു, കാള, പോത്ത് എന്നിവയെ കശാപ്പ് ചെയ്യുന്നത് നിയന്ത്രിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിന് ഹൈക്കോടതിയുടെ പൂർണ്ണ നിയമസാധുത ലഭിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഈദുൽ അസ്ഹ അഥവാ ബക്രീദിനോടനുബന്ധിച്ച് കന്നുകാലികളെ അറവ് ചെയ്യുന്നത് നിയന്ത്രിച്ചുകൊണ്ട് മെയ് 13-നാണ് പശ്ചിമ ബംഗാൾ സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. ഇതിനെതിരെ നൽകിയ ഒരു കൂട്ടം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിക്കളയുന്നത്. 2018 ഹൈക്കോടതി തന്നെ പുറപ്പെടുവിച്ച ഉത്തരവുകൾ നടപ്പിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ശാരീരികമായി ക്ഷമതയില്ലാത്തതാണെന്ന് കാണിച്ച് അധികൃതർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവയെ കശാപ്പ് ചെയ്യാൻ പാടില്ല. കൂടാതെ സർട്ടിഫിക്കറ്റ് ലഭിച്ച മൃഗങ്ങളെ അംഗീകൃത അറവശാലകളിൽ മാത്രമേ കശാപ്പ് ചെയ്യാവൂ എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമായ കശാപ്പ് തടയാൻ പരിശോധനകൾ നടത്താൻ അധികൃതർക്ക് ഈ വിജ്ഞാപനം പൂർണ്ണ അധികാരം നൽകുന്നുണ്ട്. കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് നിയന്ത്രിച്ച വിജ്ഞാപനത്തിൽ പശ്ചിമ ബംഗാൾ മൃഗസംരക്ഷണ നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ഇളവുകൾ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് MLA അക്രസുമാൻ ആണ് ഈ ഹർജി നൽകിയത്. ആടുകളുടെ വില കുത്തനെ കൂടുന്നതിനാൽ സാധാരണക്കാരായിട്ടുള്ള ഭൂരിഭാഗം വിശ്വാസികൾക്കും പോത്ത്, കാള തുടങ്ങിയ വലിയ മൃഗങ്ങളെ ബലിയർപ്പിക്കാനേ സാമ്പത്തികമായി സാധിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. സമ്പന്നർക്ക് മാത്രമേ ആടുകളെ വാങ്ങാൻ സാധിക്കൂ എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ കോടതി ഈദ് അൽ അദ്ഹയുടെ അവിഭാജ്യ ഘടകമോ ഇസ്ലാം മതത്തിലെ നിർബന്ധിത ആചാരമോ അല്ല പശുബലി എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം പ്രത്യേകം ഓർപ്പിച്ചു. അതിനാൽ തന്നെ സർക്കാരിന്റെ നിലവിലെ വിജ്ഞാപനത്തിൽ ഈ രണ്ട് സുപ്രധാന കാര്യങ്ങൾ കൂടി ഉടൻ തന്നെ ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാനത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹർജിക്കാർ ആവശ്യപ്പെടുന്ന ഇളവുകളുടെ കാര്യത്തിൽ മൃഗസംരക്ഷണ നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 27, 28 തീയതികളിലായി ബക്രീദ് വരാനിരിക്കുന്നതിനാൽ ഈ വിധി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മതപരമായ ആവശ്യകതയുടെ പേരിൽ നടക്കുന്ന നിയമവിരുദ്ധമായ മൃഗബലികൾക്ക് കോടതി വ്യക്തമായിട്ടുള്ള ഒരു മാർഗരേഖയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക് കേരളം.